സാറിന് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഞാനിതിന് വേണമെന്ന് വെച്ച് ചെയ്തതല്ല സാർ. എനിക്കറിയാം അപ്പു, പക്ഷെ ഇതെന്റെ കൈ നിൽക്കുന്നതല്ല സാർ. എന്റെ കൂട്ടുകാരെല്ലാം ദൂരെ പോയി സാർ. അവരെല്ലാം ഞാൻ തെറ്റ് ചെയ്തെന്ന് വിശ്വസിക്കുന്നുണ്ടാവും, പക്ഷെ ഞാൻ അത് ചെയ്തിട്ടില്ല സാർ. ഇനി നിന്റെ കൂട്ടുകാരുടെ മുമ്പിൽ നിനക്ക് പിടിച്ചു നിൽക്കണമെങ്കിൽ നീ കുറച്ച് കാര്യങ്ങൾ ചെയ്യേണ്ടിയിരിക്കുന്നു. എന്ന് വെച്ചാൽ യു ഹാവ് ടു ട്രെയിൻ യുവർ സെൽഫ് അച്ചു, ബിക്കോസ് ഐ സീ പൊട്ടൻഷ്യൽ ഇൻ യു. ശരിക്കും? അതെ ശരി സാർ, ഞാൻ അവർക്ക് കാണിച്ചു കൊടുത്തിരിക്കും. നോക്കിയിരുന്നു കൂട്ടുകാരെ, ഇനിയാണ് എന്റെ ശരിക്കുമുള്ള കംബാക്ക്. ഇനി ഞാൻ എന്റെ ശരിക്കുമുള്ള കഥ പറയാം. ഒരു പ്രമുഖ സ്കൂളിൽ ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ സീനിയർ സാറിന് കൊടുത്ത പ്രൊജക്ട് റിപ്പോർട്ടിലുണ്ടായ പിഴവ് കാരണമാണ് ഞാൻ ഇന്ന് ഈ അവസ്ഥയിൽ ഇവിടെ സസ്പെൻഷൻ വാങ്ങി നിൽക്കുന്നത്. ഹായ്, ഹലോ, എന്തോ ഉണ്ടടാ മക്കളെ വിശേഷം? എന്റെ ക്ലാസ് നിങ്ങൾക്ക് വളരെ ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടു. ശരിയാണോ? ആരാടാ ഈ കള്ളൊക്കെ പറയുന്നത്? എങ്ങനെ? ഒന്നുമില്ല സാർ, അവൻ ഉദ്ദേശിച്ചത് ഞങ്ങൾ ക്ലാസ് നോക്കിയിരിക്കുകയായിരുന്നു. അപ്പൊ ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോൺകേവ് മിററും കോൺവെക്സ് മിററിന്റെ ഡിഫറൻസ് ആണ്. ആരാ ഇത് പറഞ്ഞു തരുന്നേ? സർ, ഞാൻ പറഞ്ഞാ മതിയോ? ഒരു സ്പെറിക്കൽ മിറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് കർവ്ഡ് ഇൻവേർഡ് ആയിട്ടിരിക്കും. അതിനെയാണ് നമ്മൾ കോൺകേവ് എന്ന് പറയുന്നത്. പിന്നെ ഒരു മിററിന്റെ റിഫ്ലക്റ്റിംഗ് സർഫസ് വെളിയിലോട്ട് തള്ളിയിരിക്കുകയാണെങ്കിൽ അതിനെ നമ്മൾ വിളിക്കുന്നതാണ് കോൺവെക്സ് മിറർ. അവിടം തൊട്ട് എന്റെ സമയമേ മാറാൻ തുടങ്ങി. വാ അപ്പുമോനെ വാ, നീ അപ്പൊ തൊട്ട് പഠിക്കാൻ തുടങ്ങി. സാർ, സസ്പെൻഷൻ എന്ന് കിട്ടിയോ അന്ന് തൊട്ട് ഞാനങ്ങ് മാറി. അത് കലക്കി. എന്നാ നീ പോയി സീറ്റിലിരി. എടാ അപ്പു, അത് കിടുക്കി, ഞങ്ങൾ സർപ്രൈസ് ആയി. ഇതൊക്കെ എന്ത്? ഇനി അങ്ങോട്ടാ നിങ്ങൾ സർപ്രൈസ് ആകാൻ പോകുന്നത്. വെയിറ്റ് ആൻഡ് വാച്ച്.